So our today's session topic is Hope Unfolded. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്മസ് എന്നുള്ളത് ഒരു പ്രതീക്ഷയുടെ ഒരു സെലിബ്രേഷനാണ്. നമുക്ക് ജോയ്, പീസ്, ലവ് ഇതൊക്കെ നമ്മുടെ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തില് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വികാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഗ്രോത്ത് എന്ന് പറയുന്നത് അതിജീവനം മാത്രമല്ല, അത് മൈൻഡ് പ്ലസിലെ നമുക്ക് ഓരോരുത്തർക്കും അത് ഏറ്റെടുക്കാം. ക്രിസ്മസ് ശരിക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊരു പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഒരു ബോൺ അഗെയിൻ ഓർ റിന്യൂവലിന്റെ ഒരു ആഹ്വാനമാണ് നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് ഒരു സെലിബ്രേഷൻ എന്നതിൽ അപ്പുറം ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ജീസസിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്യും. ഓരോ പ്രാവശ്യവും പറയുന്നുണ്ട് മനം പുതുക്കി ജീവിക്കുക എന്നുള്ളത്. അതിൽ നിന്നും ഈ റിന്യൂവൽ എന്താണ് റിന്യൂവൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതൊരു പേഴ്സണൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തിനുള്ള ഒരു ഇൻവിറ്റേഷൻ കൂടിയാണ്. അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്മസ് നോക്കുമ്പോൾ നമ്മൾ അതിലെ ഓരോ തീമും ഒന്ന് പരിശോധിച്ചാൽ നല്ലതായിരിക്കും. ഫസ്റ്റ് തീം ഈസ് ലവ്. നമ്മൾ എല്ലായിടത്തും ക്രിസ്മസ് സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ കേൾക്കാറുണ്ട് യേശുവിൻ്റെ സ്നേഹം, അല്ലെങ്കിൽ ലവ് വൺ അനദർ, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ സ്നേഹത്തെ പറ്റി പല ഭാഗങ്ങളിലും ക്രിസ്തു തന്നെ പറയുന്നത് നമുക്ക് കാണാം. പിന്നുള്ളതാണ് ജോയ്, റിജോയ്സ് അല്ലെ. ആട്ടിടയന്മാരോട് മാലാഖമാർ വന്ന് പറയുന്നു എന്ന് പറയുന്നു അല്ലെ, നമ്മൾ റിജോയ്സ്. അപ്പോ ഈ ജോയ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാം, ഓരോരുത്തർക്കും പരിശോധിക്കാം. Then the final one is peace. ജീസസ് പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്നാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സമാധാനം എന്നും നമ്മൾ കേട്ടു. അപ്പൊ ഈ സമാധാനം ഉണ്ടാക്കാൻ വന്ന ഒരാളായിട്ടാണ് ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ ലവ്, ജോയ് ആൻഡ് പീസ്, ഇത് മൂന്നും ഈ ക്രിസ്മസിന്റെ ഒരു കോർ തീമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മറ്റൊരു വലിയ വിഷയത്തിലേക്ക് പോകാം. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വെക്കുക. പിന്നെ ഉള്ളത് സിംബൽസ് ഓഫ് ക്രിസ്മസ് ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് ഒരുപാട് സിംബൽസ് ഉണ്ട്. പുൽക്കൂട്, ബെൽസ് അല്ലെ, ക്രിസ്മസ് ട്രീ. അത് എന്തെങ്കിലും നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടോ എന്ന് നോക്കാം. പുൽക്കൂട് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ, രാജാതിരാജൻ പിറന്നത് പുൽക്കൂട്ടിലാണ് എന്നുള്ളൊരു വിഷയം. അതായത് രാജാവ് മണിമാളികയിലൊന്നും പിറന്നില്ലെങ്കിലും അവസാനം ലോകം മുഴുവൻ കീഴടക്കുന്ന ഒരാളായിട്ട്, ലോകത്തിന്റെ മുഴുവൻ ഗുരുവായിട്ട്, അത്രയും ജ്ഞാനിയായിട്ട് മാറാൻ പറ്റും. ഇന്നും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് ആ ഒരാളെ ഓർത്തിട്ടാണ്. അപ്പോൾ ഹോപ്പ് ആൻഡ് ഹ്യൂമിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ഒറ്റ കാര്യത്തിൽ നിന്ന്, ആ പുൽക്കൂട് എന്നുള്ള ആ ഒരു സിമ്പല് നമുക്ക് മനസ്സിലാക്കി തരും. ഇനി ഈ ത്രീ കിങ്സ്, 3 രാജാക്കന്മാര്, അവര് നമ്മളോട് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ്. കാരണം അവർക്ക് ആരാണ് പിറന്നിരിക്കുന്നത്, ആരുടെ മകനായിട്ടാണ്, ഏത് നാട്ടിലാണ് ഒന്നും അറിയില്ല. ആകെ അവർക്ക് അറിയാവുന്നത് ഏതോ ഒരു രക്ഷകൻ, ഒരു രാജാവ്, വരാൻ പോകുന്ന ആള് ഇവിടെ അവതരിച്ചിരിക്കുന്നു. കാരണം അവരുടെ എല്ലാ സ്ക്രിപ്റ്റേഴ്സിലും എല്ലാ പ്രൊഫസീസും അതിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്തിരുന്നു. അപ്പൊ അന്നത്തെ വളരെ ബുദ്ധിമാന്മാരായ മിടുക്കരായ ശാസ്ത്രജ്ഞന്മാര് മുൻകൂട്ടി കണ്ട ആ ഒരു ദിവ്യ നക്ഷത്രം, അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഇവർ പോകുന്നത്. അപ്പൊ ഇവരുടെ ആ ഒരു ഹോപ്പും അതുപോലെ അൺകണ്ടീഷണൽ ലവ് ഇത് അവരെ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർന്നു.
എത്തിച്ചേരാൻ സഹായിച്ചു. ഇനി ഇതുപോലെ വെളിച്ചങ്ങൾ അല്ലേ, നമ്മൾ സ്റ്റാർസ് ഉണ്ട്, കാൻഡിൽസ് ഉണ്ട്. ഇപ്പം മൊത്തം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം, വീടുകളിലും തെരുവുകളിലും എല്ലാം ക്രിസ്മസ് ആകുന്നതോടുകൂടി അല്ലേ, നവംബർ ഒരു മിഡിലോട് കൂടി തന്നെ നമ്മൾ ഈ ക്രിസ്മസ് എന്നുള്ള ഒരു ആഘോഷത്തെ വരവേൽക്കാൻ നമ്മളെല്ലാവരും നമ്മുടെ വീടും പരിസരവും എല്ലാം ഒരുങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് എന്താ പറഞ്ഞു തരുന്നത്? ബ്രിങ്ങിങ് ലൈറ്റ് ടു ദ വേൾഡ്. ജീസസിനെ പറ്റി പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ, ലോകത്തിന്റെ വെളിച്ചമായിട്ട് വന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ബെൽസിനെ പറയുന്നുണ്ട് ഗുഡ് ന്യൂസിന്റെ സിമ്പൽ ആണെന്ന്. ഇങ്ങനെ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ക്രിസ്മസ് തീംസിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്. ഇതിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ ക്രിസ്മസ് തീം ഉപയോഗിച്ചത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ നമ്മുടെ പലതരം ഫീലിങ്സ് ആൻഡ് ദ ലെവൽ ഓഫ് ഫീലിങ്സ് ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് മോസ്റ്റ് പൊസിഷനിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു റെഡ്, ഓറഞ്ച്, ആ റീജിയണിൽ ഏതൊക്കെ തരം ഫീലിങ്സ് ആണ്. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ തരം ഫീലിങ്സ് ആണ്, അവസാനം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഒന്നുകൂടി നോക്കിയാൽ ആ ഓറഞ്ച് ലെവൽ അല്ലെങ്കിൽ ആ ലോ ലെവലിൽ നമുക്ക് കാണാം, ഏറ്റവും ലോവസ്റ്റ് ലെവലിലുള്ളത് ഷെയിം, ഗിൽറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഈ ഷെയിം, ഗിൽറ്റ്, അതുപോലെ ഏപ്പത്തി, ഗ്രീഫ്, ഇതൊക്കെ കടന്നിട്ടാവാം നമ്മളിപ്പോൾ ഈ മൈൻഡ് പ്ലസിൽ ആയിരിക്കുന്നത്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ലെവലിലേക്ക് കുത്തനെ വീണു പോകുന്നുണ്ടാവാം. അപ്പം നോക്കുക, ഷെയിം, ഗിൽറ്റ്, ഇതിൻ്റെയൊക്കെ കൂടെയുള്ള ആ ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ട്, തേർഡ് കോളം. അതിൽ പറയുന്നുണ്ട് ഗിൽറ്റ് വരുന്നത് ബ്ലെയിം അല്ലെ. ഓരോ പ്രാവശ്യവും നമ്മൾ മനസ്സിലൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു നാണക്കേടിൻ്റെ അവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. അപ്പം നമുക്ക് അപാരമായ നമ്മുടെ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രമല്ല മാനവകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ശക്തിയോടുകൂടി വളരെ പവർഫുള്ളായിട്ട് ജീവിക്കാൻ ഉള്ള എല്ലാ കാര്യങ്ങളും തന്ന സൃഷ്ടാവ് സൃഷ്ടിച്ച ഒരു മഹത് സൃഷ്ടിയാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും ഈ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്കും ഇല്ലേ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ നിന്ന് നമുക്ക് അവിടുന്ന് ചാടി കടക്കാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഏപ്പതി, ഗ്രീഫ്, നമുക്കൊന്നിനോടും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ, എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഭയം, പിന്നെ അമിതമായ ആഗ്രഹങ്ങൾ, നമ്മുടെ ദേഷ്യം, നമുക്ക് വീണ്ടും വരുന്നത് അഹങ്കാരം എന്നുള്ള ഒരു ഫീല്, അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയാം. ഇവിടെ നമ്മൾ ആലോചിക്കും, എന്തിനാ അഭിമാനിക്കുന്ന ഒരു സമയത്ത് 175 നമ്മൾ ആയിരിക്കുന്നതെന്ന്. അപ്പോൾ 175 അത് നമുക്ക് കാണിക്കുന്ന 200ലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ഇതിൽ പറയുന്നത് അടുത്ത ശരിക്കും നല്ല ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ കറേജ് തൊട്ട് മുകളിലേക്കുള്ളതാണ്, 200 ഓൺവേർഡ്സ്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടില്ല. പ്രൈഡിൽ നമ്മൾ സാധാരണ പറയുന്നത് എന്തായിരിക്കും? അതായത് എൻ്റെ എന്നുള്ളൊരു ഫീൽ നമുക്ക് അവിടെ വരും. ഞാൻ മിടുക്കനാണ്, മിടുക്കിയാണ്, അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു, ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ കുലം ഇതാണ്, എൻ്റെ എന്താ പറയുക, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇത്രയും മെച്ചപ്പെട്ടതാണ്. അതിനൊക്കെ ഒരു നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം നമുക്ക് പലപ്പോഴും സെൽഫിലൊരു നമ്മുടെ ഈഗോ ആയി അല്ലേ, അപ്പം അതിൽ നമുക്ക് വളരെയധികം ഒരു പ്രൈഡ് അല്ലെങ്കിൽ അഭിമാനം, അഹങ്കാരമൊക്കെ തോന്നാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ 175 കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഞാൻ മൈൻഡ് പ്ലസ് മെമ്പറാണ്, എനിക്കിതൊക്കെ അറിയാം, മറ്റുള്ളവർക്ക്, എൻ്റെ കൂടെ ഉള്ളവരാരും ഇതൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ മൈൻഡ് പ്ലസ് മെമ്പറാണ്, സോ ഐ എം വെരി താങ്ക്ഫുൾ എന്നുള്ളതിന് പകരം അവർക്കത് കിട്ടിയിട്ടില്ല, എനിക്കെന്തോ മെച്ചപ്പെട്ടത് കിട്ടി എന്നുള്ള ലെവലിൽ നമ്മൾ പോകുമ്പോൾ അത് വീണ്ടും നമ്മൾ പ്രൈഡിൽ തന്നെ ആയിരിക്കും. പിന്നെ അത് നമ്മൾ ക്രോസ് ചെയ്ത് കയറുന്നത് കറേജ്. കാരണം നമ്മൾ പല എന്താ പറയുക ഗ്രീഫിലായിരുന്നു, അല്ലെങ്കിൽ ഗിൽറ്റിൽ, ഷെയിമിലൊക്കെ ആയിരുന്നു, നമുക്ക് ഭയമുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും നമുക്കറിയാം അല്ലേ, എന്തെല്ലാം പേടികളായിരുന്നു ജീവിതത്തിൽ, ആരെയൊക്കെയോ പേടിച്ചു.
എന്തൊക്കെ കുറ്റബോധങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ നാണക്കേടുകളായിരുന്നു നമുക്ക്, എന്തൊക്കെ ആർത്തിയും അല്ലെ അമിതമായ ആഗ്രഹങ്ങളും, മറ്റുള്ളവർക്ക് അത് കിട്ടി എനിക്കതില്ല എന്നുള്ള ഫീലും, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ വന്ന് നിന്ന് അത് കഴിഞ്ഞൊരു കറേജ് നമുക്ക് കിട്ടുകയാണ്. ഇത് മാറ്റണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചും കൂടി നന്നായി പോണം, ഞാൻ ഇവിടെ കിടന്നിങ്ങനെ അതിജീവിക്കാനുള്ള ആളല്ല, എനിക്ക് ഗ്രോ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ 200 ലെവലിലേക്ക് നമ്മൾ എത്തി. പിന്നെയുള്ള നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഡേവിഡ് ആർ ഹോക്കിൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ പവർ വേഴ്സസ് ഫോഴ്സ് എന്ന് പറയുന്ന മനോഹരമായൊരു പുസ്തകത്തിൽ ഈ ഒരു കാര്യം അദ്ദേഹം നമുക്ക് വ്യക്തമായി തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആ ഓറഞ്ച് റെഡിഷ് കളറിൽ വരുന്നത് ഒരു സർവൈവൽ സ്റ്റേജാണ്. നമ്മളവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മളെല്ലാം തേടിക്കൊണ്ടിരിക്കും, എവിടെയാണ് ഒരു കച്ചിത്തുരുമ്പ് അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ഈ മൈൻഡ് പ്ലസ് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് നമുക്ക് കിട്ടുന്നു. ദെൻ ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ വരികയാണ്. നമുക്ക് മനസ്സിലായി നമുക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഒരു തിരിച്ചറിവിൻ്റെ, അതാണ് മൈൻഡ് പ്ലസിലൊക്കെ എപ്പോഴും സാർമാർ പറയുന്നത്, ഞങ്ങൾ പുതിയ അറിവുകളല്ല തരുന്നത്, നമുക്ക് അവിടെ തിരിച്ചറിവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റീസൺ ആൻഡ് ഇൻറ്റഗ്രിറ്റി സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ഹയർ ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ്. ദെൻ ദ ഫൈനൽ വൺ ഈസ് സ്പിരിച്വൽ പാരഡൈം. ഇവിടെ നമ്മൾ എന്താണ്, ഞാൻ ആ സ്ലൈഡിൽ ഓർത്ത് വെക്കണേ എന്ന് പറഞ്ഞ ഒരു കാര്യം, ലവ്, joy and peace, the very core theme of Christmas. വെറുതെ അല്ല ജീസസ് പറഞ്ഞത് നിങ്ങൾ ഉയരങ്ങളിലേക്ക് നോക്കുവിനെന്ന്. നമുക്കത് മനസ്സിലായില്ല. ഇവിടെയാണ്, ഇതാണ് നമ്മുടെ ഉയരം. അപ്പോൾ ജീസസിനെ പറ്റി പറയുമ്പോൾ പുസ്തകത്തിൽ പറയുന്നുണ്ട്, എനർജറ്റിക് ലോഗ് അല്ലെങ്കിൽ ആ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് 1000 ഹിറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി സാൽവേഷനിലേക്ക് അല്ലേ, മോക്ഷം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ലെവലിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റി. പിന്നെ ഇതിൽ നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ ലെവൽ കൂടുന്തോറും നമ്മുടെ ചുറ്റുപാടുകളും മാറാൻ തുടങ്ങും. അതായത് യൂണിവേഴ്സിൻ്റെ ഒരു വൈബ്രേഷൻ, നമ്മുടെ ഉള്ളം എങ്ങനെയാണോ, ഉള്ളിൽ ആ ഒരു ഇന്നർ പീസ് നമുക്ക് അനുഭവിക്കാൻ തുടങ്ങുമ്പം നമ്മുടെ ഔട്ടർ വേൾഡ് വിൽ ഓട്ടോമാറ്റിക്കലി ചേഞ്ച്. ഇതൊക്കെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറ് ജേർണി വിത്തിനിലൂടെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പരാതിയുടെയും പരിഭവങ്ങളുടെയും ഒക്കെ ഭാണ്ഡങ്ങളുമായിട്ട് വന്ന ആൾക്കാർ എപ്പോഴും പരാതി പറയണ്ട, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയല്ല, എൻ്റെ കുട്ടികൾ അനുസരണക്കേട് കാണിക്കുന്നു, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പ്രശ്നക്കാരാണ്, ഓഫീസിൽ പോയാൽ അവിടെയും പ്രശ്നം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ടർ വേൾഡ് നമ്മൾ തന്നെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. എങ്ങനെ? നമ്മുടെ ഇന്നർ വേൾഡ്, അതായത് നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്ട്രഗിൾ, നമ്മൾ ആ ഫോഴ്സ് ഉപയോഗിച്ച് ജീവിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ ഡോക്ടർ ഡേവിഡ് പറയുന്നത്, നിങ്ങൾ പവർ ഉപയോഗിച്ച് ജീവിക്കാൻ പഠിക്കുക, നോട്ട് ബൈ യൂസിങ് ഫോഴ്സ്. ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാനിത് ചെയ്യുന്നു, ഞാനത് ചെയ്യുന്നു, എനിക്ക് ഈ ക്വാളിറ്റീസ് വേണം, എനിക്ക് ഈ സ്കിൽസ് അക്വയർ ചെയ്യണം. എന്തിനാണ്? എനിക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ടവനാകാൻ, അല്ലെങ്കിൽ മെച്ചപ്പെട്ടവളാകാൻ, എല്ലാവരെയും തോൽപ്പിക്കാൻ. അതിൽ നിന്ന് മാറി എല്ലാവരും ജയിച്ചോട്ടെ, എൻ്റെ ഏരിയ വേറെയാണ് എന്ന് പറഞ്ഞ് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. അപ്പം ഇതറിഞ്ഞു കഴിഞ്ഞാൽ, ഇതറിയുന്ന നിമിഷം മുതൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും സാഹചര്യങ്ങളെ പഴിക്കുന്നതും നിർത്തും. കാര്യം എന്തുകൊണ്ടാ? നമുക്കറിയാം, നമ്മുടെ ഇന്നർ വേൾഡ് കറക്റ്റ് ചെയ്താൽ ഔട്ടർ വേൾഡ് വിൽ ഓട്ടോമാറ്റിക്കലി റെക്ടിഫൈ. അതാണ് നമ്മുടെ മൈൻഡ് പ്ലസ് പോലെയുള്ള നമ്മുടെ ഈ നിത്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നത്. പല രീതിയിലാണ് നമുക്ക് ആ ക്ലെൻസിങ് നടക്കുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുന്നു,
നമ്മുടെ പവർ യൂസ് ചെയ്യാൻ നോക്കുന്നു, ഗൈഡഡ് മെഡിറ്റേഷൻസ് തരുന്നു. അപ്പം ഇറ്റ്സ് ഓൾ എ സോർട്ട് ഓഫ് ക്ലെൻസിങ്. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക, ഒരു നല്ലൊരു ഹൈ വോൾട്ടേജ് ബൾബ്, പക്ഷെ അതിൻ്റെ പുറത്ത് മുഴുവൻ പൊടിയും കറയും അഴുക്കും ഒക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞാലും വെളിച്ചം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ വെളിച്ചം പുറത്തേക്ക് വരാനുള്ള ഒരു ക്ലെൻസിങ് ആണ് നമ്മളെല്ലാവരും നടത്തേണ്ടത്. അപ്പം ആരെയും ജഡ്ജ് ചെയ്യാനല്ല, സ്വയം വിലയിരുത്താനായിട്ട് ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് നമുക്ക് ഉപയോഗിക്കാം. നമുക്കൊരു പ്രത്യേക സാഹചര്യം വന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു, ഒരു വ്യക്തി നമ്മൾക്ക് എതിരെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം എവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു ലാഡറിലേക്ക് കയറും തോറും അല്ലേ, നമ്മുടെ ക്രിസ്മസ് ട്രീ സിംബലൈസ് ചെയ്യുന്ന ഇതാണ് ഈ ലാഡർ. ഉയരങ്ങളിലേക്കുള്ളത് നമ്മൾ അന്വേഷിച്ചു പോകുന്ന ആ ഒരു ജേണി. ഈ ലാഡറിലേക്ക് നമ്മൾ കയറും തോറും നമ്മൾക്ക് കുറെ കൂടി നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളുമായിട്ട് അലൈൻഡ് ആവും. നമുക്ക് നല്ല സാഹചര്യങ്ങൾ, നല്ല ആൾക്കാർ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് വന്നു ചേരും. ഇത് 100% ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പവർ ആൻഡ് ഫോഴ്സ്, ഇത് നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കണം. കാരണം അത് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് മനസ്സിലാവാറില്ല. കാര്യം പവർ ഉപയോഗിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഞാൻ ഇരുന്നാൽ മതിയോ, ഈ പവറൊക്കെ എന്നിലുണ്ടല്ലോ, അപ്പം ഈ പവറിൽ കാര്യങ്ങളൊക്കെ അങ്ങ് പൊയ്ക്കോളും അല്ലേ, ഒരു ബാറ്ററി ചാർജ് ചെയ്തതുപോലെ. അങ്ങനെയല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സിലാണെങ്കിലോ നമ്മൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റും എന്ന് കരുതി നമ്മൾ ആവശ്യമില്ലാത്ത ബർഡൻസ് എല്ലാം എടുത്തു വെച്ച് ആ ഒരു വട്ടത്തിൽ കിടന്ന് കളിക്കുക. എനിക്ക് തോന്നുന്നു ഇതിനോടൊപ്പം നമുക്ക് ഉണ്ണികൃഷ്ണൻ സാർ ഒരു ദിവസം എടുത്ത സെഷനിലുണ്ട്, ഫസ്റ്റ് സ്റ്റേജ് ഈസ് നോട്ടീസിങ് സ്റ്റേജ്. ദാറ്റ് ഈസ് അറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് മനസ്സിലായി നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു സ്റ്റേജാണ് നോട്ടീസിങ് സ്റ്റേജ്. ഇത് 2 തരത്തിലെടുക്കാം. പ്രശ്നങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ, ഇതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാം. അല്ലെങ്കിൽ ഇത് ശരിയാക്കാൻ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടോ എന്ന് നോക്കി നമ്മളെപ്പോലെ ഈ മൈൻഡ്ഫുൾനെസ്സിലൊക്കെ വന്നിരിക്കാം. അടുത്ത സ്റ്റേജ് സാർ പറഞ്ഞിരുന്നു കറക്റ്റിംഗ് സ്റ്റേജ്. കറക്ഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ കറക്റ്റിംഗ് സ്റ്റേജിലുള്ള, അതായത് 200 ആൻഡ് എബോവ്, ആ സ്റ്റേജിൽ വരുമ്പോൾ എന്താ പറ്റുന്നത്, എപ്പോഴും താഴേക്കൊരു പുള്ളിങ് ഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിലും നമ്മൾ പൊത്തോന്ന് താഴേക്ക് വീഴാം. അപ്പോൾ ആ കറക്റ്റിംഗ് സ്റ്റേജിലുള്ളവർ സാർ പറഞ്ഞിരുന്നു, ഈ നോട്ടീസിങ് സ്റ്റേജിലുള്ളവരോട് അമിതമായി അവരെ രക്ഷിക്കണം എന്നുള്ള, നമ്മൾ സ്വയം ഒരു ലെവലിലോട്ട് എത്തിയിട്ടൊന്നുമില്ല, നമുക്ക് തോന്നുവാണ് നമ്മൾ ആരൊക്കെയോ ആയി. അപ്പം നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അമിതമായിട്ട് അവരെ വിളിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്കൊരു ഭയങ്കര ഒരു ത്വരയാണ്. അപ്പോൾ ചിലപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ പഴയ ലെവലിലേക്കൊക്കെ പോയി വീഴാം. പിന്നെ സാറ് പറഞ്ഞിരുന്നു അക്സെപ്റ്റിംഗ് സ്റ്റേജ്. കണ്ടോ, മുകളിലേക്ക് വരുന്നു, ഏകദേശം 350 ആൻഡ് എബോവ്. അവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നു. നമ്മുടെ ഉള്ളിലൊരു അപാരമായ പവർ ഉണ്ടെന്നും ഈ പവർ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾക്കൊപ്പവും നമ്മുടെ തീരുമാനങ്ങൾക്കൊപ്പവും നമ്മുടെ കൂടെ ഉണ്ടെന്നും നമുക്ക് വേണ്ടാത്തതിനെയൊക്കെ മാറ്റുകയും നമ്മളെ നല്ല വഴിയിൽ കൂടി നയിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്യുന്ന ഒരു അപാരമായ ശക്തിയുമായിട്ട് നമ്മൾ സിങ്ക് ആവാൻ പഠിക്കും. Then the last one is the being stage. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഹൈ ലെവലിലേക്ക് നമ്മൾ പോകുന്നു, ലവ്, ജോയ് ആൻഡ് പീസ്. ദെൻ എൻലൈറ്റൻമെന്റ് ലെവലിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ വരെ എത്തിയവരൊക്കെ വളരെ ചുരുക്കം. ബുദ്ധ, രമണ മഹർഷി, ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓരോ ലെവലിലേക്കും പോകുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി നള്ളിഫൈ ചെയ്യാനുള്ള ഒരു പവർ കൂടി കിട്ടുന്നു എന്നാണ്. നമുക്കറിയാം, ഗാന്ധിജിയും ബ്രിട്ടീഷുകാരും കൂടി ഉള്ള ആ ഒരു അവർ തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരിക്കലും ഒരു ശത്രുവിനെ കാണുന്ന പോലെ അല്ല അദ്ദേഹം കണ്ടത്. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ സംശയം അന്നത്തെ കാലത്ത് ഇതായിരുന്നു, ഇത്രയും ക്രൂരന്മാരായ ബ്രിട്ടീഷുകാർ, അവരുടെ മുന്നിൽ ഈ അഹിംസയും പറഞ്ഞ് വെള്ളവും കുടിക്കാതെ ഗാന്ധിജി കിടക്കുമ്പോൾ ഇവരെന്താണ് വഴങ്ങിക്കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം കിട്ടിയത് ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് നോക്കിയതിലൂടെയാണ്. അതിൽ പറയുന്നു, ഗാന്ധിജിക്ക്
600 ആൻഡ് എബോവ് ആയിരുന്നു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അദ്ദേഹത്തിന് എത്രയോ കോടി ജനങ്ങളുടെ നെഗറ്റിവിറ്റി നള്ളിഫൈ ചെയ്യാൻ, ന്യൂട്രൽ ആക്കാനുള്ള പവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വെറും പ്രൈഡ് 175 ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തിന് ഈസി ആയിട്ട് അദ്ദേഹത്തിന്റെ പവർ ഉപയോഗിച്ച് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ലാഡറിൽ മുകളിലേക്ക് കയറും തോറും നമ്മൾ നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും കൂടി സഹായിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒത്തിരി വെപ്രാളം പിടിച്ച് അവരെ പോയി പിടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം, ജോസാറിന്റെ ഉണ്ണികൃഷ്ണ സാറിനെ ഒന്ന് കണ്ടാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി. അപ്പം ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരാനുള്ള ഒരു ആഹ്വാനമാണ് ക്രിസ്തുമസ് എന്നുള്ളത്. ക്രിസ്മസ് അപ്പോൾ തീർച്ചയായിട്ടും ഹയർ കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു യാത്രയാണ്. ലവ് 500, ജോയ് 540 ആൻഡ് പീസ് 600. ലവ് ഇസ് എ ആക്ട് ഓഫ് ഗിവിങ് ആൻഡ് കൈൻഡ്നെസ്. നമ്മളിവിടെ പഠിക്കുന്നതാണ് ഇതൊക്കെ. ജോയ്, ടുഗദർനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പീസ്, ഫോർഗിവ്നെസ് ആൻഡ് ഇന്നർ സ്റ്റിൽനെസ്. അതുപോലെ ക്രിസ്മസ് നമ്മൾ പറയുന്നത് എന്താ? ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അവേക്കൻ ടു അവർ ഹയർ സെൽഫ്. അതുകൊണ്ട് ഇന്നത്തെ ക്രിസ്മസ് ദിനം ഒരു വീണ്ടും ജനനത്തിന്റെ ദിനമായി നമുക്ക് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ആൻഡ് വിഷ് യു ആൾ എ മെറി ക്രിസ്മസ് ഫിൽഡ് വിത്ത് ലൈറ്റ്, ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഗ്രോത്ത്. So let's meditate now.